അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി എന്ന് വെച്ചാൽ നമ്മുടെ അയൽവക്ക രാജ്യമായ പാകിസ്ഥാൻ അവർ ചില ഭീകരവാദികളെ വിട്ടുകൊണ്ട് തികച്ചും പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാരായ നമ്മുടെ ചില സഹോദരന്മാരെ പ്രത്യേക മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അതിക്രൂരമായ രീതിയിൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. അയൽവക്ക രാജ്യം നമ്മുടെ രാജ്യത്തോട് വൈരാഗ്യ ബുദ്ധിയോടെ അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയോടെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ രാജ്യത്ത് ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമല്ല, വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അന്നെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തെ അംഗീകൃത മതപണ്ഡിതന്മാരും മതനേതാക്കന്മാരും അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് കളിച്ചാലും അത് ഈ മതത്തിൻ്റെ പേരിൽ വേണ്ട. ഇവിടെയുള്ള ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മതം പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ട. ഞങ്ങൾ പഠിച്ച ദീനുണ്ട്. അതിൽ പ്രധാനമാണ് ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. സ്വരാജ്യ സ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതുന്നവരാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ വിശ്വാസികളും. ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ തന്നെ ചില സംഘി നേതാക്കന്മാർ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക ലേഖനവും കുറിപ്പുമെല്ലാം എഴുതാൻ തുടങ്ങി. ഫേസ്ബുക്കിലൊക്കെ എന്താ അവർ പറഞ്ഞത്? ഈ രാജ്യം പാകിസ്ഥാനുമായി യുദ്ധം തുടങ്ങിയാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാൻ്റെ പക്ഷം നിൽക്കും, കേരളം ഒരു യുദ്ധഭൂമിയാകും എന്നൊക്കെയായിരുന്നു ഓരോരുത്തർ എഴുതി മറിച്ചത്. സത്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ് ഓരോ യുദ്ധവും സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കുന്ന ഒരു ഘട്ടമായിരിക്കുമെന്ന്. അത് നമുക്കറിയാം. ഉഹദ് യുദ്ധത്തിൻ്റെ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. വിശ്വാസികളുടെ കൂടെ നിൽക്കുന്നവരാരി, അവിശ്വാസികളുടെ കൂടെ നിൽക്കുന്നവരാരി എന്ന്. അത് ഓരോ യുദ്ധവും ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആരുടെ കൂടെയാണ് ഓരോരുത്തരും നിലകൊള്ളുന്നത് എന്ന്. ഈ യുദ്ധത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഇന്ത്യയുടെ കൂടെ തന്നെയാണ് ഉറച്ചു നിന്നത്. കാശ്മീരിലെ ജനങ്ങളെക്കുറിച്ച് മുമ്പ് ഇവിടെയുള്ള സംഘികളും മറ്റും പ്രചരിപ്പിച്ചിരുന്നു, അവർ പാകിസ്ഥാനൊപ്പമാണ്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞവർക്കെല്ലാം ഒരു കാര്യം ബോധ്യമായി. എന്ത്? പാകിസ്ഥാൻ്റെ ചാരവൃത്തി അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ആഘോഷിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് കേസിൽ ഉൾപ്പെടുത്തിയ ഒരു വാർത്താ അവതാരകനുണ്ടായിരുന്നു. അൾട്ട് ന്യൂസിൻ്റെ അവതാരകനായ സുബൈർ. ഈ സുബൈർ കഴിഞ്ഞ ദിവസം ഇവിടെ ആഘോഷിക്കപ്പെട്ടു. എന്താ ആഘോഷിക്കപ്പെടാൻ കാരണം എന്നറിയോ? അദ്ദേഹം ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ ചില പ്രചരണങ്ങൾ നടത്തി. ഞങ്ങൾ ഇന്ത്യയുടെ കുറേ വിമാനങ്ങൾ തള്ളിയിട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ കുറേ മിസൈലുകൾ തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
അതിൻ്റെ ഫാക്ട് ചെക്ക് നടത്തി അദ്ദേഹം അതിൻ്റെ സത്യസ്ഥിതി പുറത്തുവിടുകയുണ്ടായി. പാകിസ്ഥാൻ പറഞ്ഞതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. ഈ സംഭവങ്ങൾ കഴിഞ്ഞ കുറേ വർഷം മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ചില വിമാനങ്ങൾ തകരുകയും മറ്റും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ നടന്ന സംഭവം ഈ യുദ്ധത്തിൻ്റെ ഭാഗമാക്കി പാകിസ്ഥാൻ ചിത്രീകരിക്കുകയാണ് എന്ന സത്യാവസ്ഥ ഈ ഇതുവരെ സംഘികളുടെ കണ്ണിലെ കരടായിരുന്ന ഈ സുബൈർ പുറത്തു വിട്ടപ്പോൾ രാജ്യത്തിനത് വലിയ അഭിമാനമുണ്ടാക്കി. അതേസമയം ഇവിടെയുള്ളൊരു പ്രമുഖ പത്രപ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഇന്ത്യയിലെ പട്ടാളവുമായും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുമായും മറ്റുള്ളവരുമായെല്ലാം വലിയ ബന്ധമുണ്ട് എന്നും താൻ വലിയ നരേന്ദ്രമോദി ഭക്തനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, മാത്യു സാമുവൽ. അയാൾ പാകിസ്ഥാന് വേണ്ടി അനുകൂലിക്കുന്ന രൂപത്തിൽ പാകിസ്ഥാന് വേണ്ടി വാർത്തകൾ പടച്ചു വിടാൻ തുടങ്ങി. അപ്പം എന്തായെന്നറിയോ? സ്വാഭാവികമായും അയാളുടെ ചാനൽ ഇന്ത്യ ഗവൺമെൻറ്റിന് തന്നെ നിരോധിക്കേണ്ടി വന്നു. മാത്രമല്ല, ഈ പാകിസ്ഥാന് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ചാരവൃത്തി നടത്താൻ ശ്രമിച്ച കുറേ പേര് പിടിയിലായി. എന്തിൻ്റെ പേരിൽ? പാകിസ്ഥാന് വേണ്ടിയിട്ട് രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചവർ. അങ്ങനെ കുറേ പേര് പിടിയിലായി. എപ്പോഴും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ ആക്ഷേപിച്ചു കൊണ്ടിരുന്ന മുസ്ലിം നേതൃത്വം ഒറ്റയ്ക്ക് പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെയല്ല, ഞങ്ങളുടെ രാജ്യത്തെയാണ് സ്നേഹിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ ആദ്യമായി മുന്നിട്ടിറങ്ങുന്നത്, അതിനുവേണ്ടി നിർദ്ദേശം നൽകുന്നത്, ആവശ്യപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. അതോടുകൂടി ഇതുവരെ ഈ തൊട്ടതിനും പിടിച്ചതിനും പാകിസ്ഥാനിലേക്ക് പൊക്കോടാ എന്ന് മുസ്ലിങ്ങളെ ആക്ഷേപിച്ചിരുന്നവർ ഇന്ന് ഞെട്ടിത്തെരിച്ചിരിക്കുന്നു. അവർ പറഞ്ഞതിൻ്റെ ഫാക്ട് ചെക്ക് നടത്തിയാൽ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ട യാതൊരു പാരമ്പര്യവും ഇല്ല, അവരതിനെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യക്ക് നേരെ വരുന്ന ഏത് ശത്രുവും അത് എത്ര വലിയ മതവിശ്വാസത്തിൻ്റെ ഭാഗത്തേക്കാൾ ഉപരി ഏത് മതത്തിൻ്റെ പേര് പറഞ്ഞു വന്നാലും ഇവിടെയുള്ള രാജ്യത്തിന് നേരെ വരുന്ന ഭീകരവാദികളെ ചെറുക്കാൻ തങ്ങൾ മുന്നിലുണ്ടാകുമെന്ന് ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ മതനേതാക്കന്മാരും എല്ലാവരും ഈ യുദ്ധഘട്ടത്തിൽ തെളിയിച്ചു കഴിഞ്ഞു എന്നത്, അതുപോലെ തന്നെ ഈ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ നിർണായകമായ രാജ്യം വലിയ പ്രതിരോധ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴും രാജ്യത്തെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഈ യുദ്ധമുന്നേറ്റത്തിൽ രാജ്യത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായ, അവിടെ ജാതി മത വ്യത്യാസ വേർതിരിവൊന്നും ഉണ്ടായില്ല. എല്ലാവരും പറഞ്ഞു, നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത്, നമ്മുടെ ശത്രു ഏതായാലും അത് പാകിസ്ഥാനല്ല സൗദി തന്നെയായാലും അവരെ നേരിടാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, നിന്നേ പറ്റൂ. നമ്മുടെ മുന്നിൽ കുറേ പ്രതിസന്ധികളുണ്ട്. എന്താ പ്രതിസന്ധി? ചിലർ ഹിന്ദുക്കൾ, ചിലർ മുസ്ലിങ്ങൾ, ചിലർ ക്രിസ്ത്യാനികൾ. അത് അവരവരുടെ വിശ്വാസം. പക്ഷേ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്, നമ്മെ ഏകോപിപ്പിച്ച് നിലനിർത്തുന്നത്, അത് മുമ്പ് അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയുണ്ടല്ലോ, അത് നമ്മളെ ഹിന്ദു അല്ലാതാക്കുന്നു,
മുസ്ലിമിനെ മുസ്ലിമല്ലാതാക്കുന്നു, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാക്കും, നമ്മെ ഇന്ത്യക്കാരാക്കി മാറ്റുന്നു. ഈ ഇന്ത്യക്കാരൻ എന്നതിലാണ് നമ്മൾ അഭിമാനിക്കാനുള്ളത്. അവിടെ നമ്മുടെ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ സിഖോ ഒന്നുമില്ല. നാം എല്ലാവരും മുസ്ലിങ്ങളായി, അല്ല, ഈ ഭാരതീയനായി, ഇന്ത്യക്കാരനായി നമ്മെ മാറ്റുന്നു. അതാണ് നമ്മുടെ ഐക്യം, നാനാത്വത്തിലെ ഏകത്വം. അത് തെളിയിക്കാൻ എല്ലാ മുസ്ലിങ്ങൾ നേതാക്കന്മാർക്കും മതപണ്ഡിതന്മാർക്കും വിശ്വാസികൾക്കും കഴിഞ്ഞു. ഇത്തരമൊരു ഘട്ടം, ഈ പരീക്ഷണ ഘട്ടത്തെ രാജ്യം നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി മുസ്ലിങ്ങളും അതിൽ പങ്കാളികളാകുന്നു എന്നത് ഈ ഒരു സംഘ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അസ്തിത്വത്തെ മുസ്ലിങ്ങളെ ചോദ്യം ചെയ്യുന്ന മുസ്ലിങ്ങളെന്നും മുസ്ലിങ്ങളെന്നും പറയുന്നവർക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് മുസ്ലിം സമൂഹം. അള്ളാഹു സമുദായത്തിൻ്റെ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.